ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും പണീൻ്റെ തിരക്കിലേക്ക്, ഞാനും പണീൻ്റെ തിരക്കിലാണ് മക്കളെ. ഞാൻ അരിൻ്റെ പാത്രം വെച്ചിട്ട് എവിടെയാണ് തിരഞ്ഞെടുക്കുക? വർഷന്മാരെക്കാളപ്പുറം ഞാൻ തന്നെ വയസ്സായിക്കും, എന്നാലും ഞാൻ തിരഞ്ഞെടുത്ത് കൊയ്ഞ്ഞ് ഒരു മുറ തിരഞ്ഞെടുക്കുകയും മക്കൾ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി. അതിന് കുറച്ച് ചെണ്ടും ഇതൊക്കെ ഉണ്ടായി, ഇന്നലെയും കുറേ കിട്ടിയതാണ്. അപ്പോൾ ചേറി കേൾക്കാനുള്ള മക്കളെ. അപ്പോൾ ഞാൻ മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ചേറി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ ചെണ്ണും മറ്റൊരു മറ്റൊക്കെ ഉണ്ട്. പച്ചരിയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇതെല്ലാം ചേറി വെച്ച് പൊടിച്ച് വേണം ഒന്ന് പൊടിപ്പിക്കാനൊക്കെ കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു ചേറി പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇരച്ചിട്ട് ചേറുകയാണ്. അപ്പുറത്തെ മെഷീന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പുറം പിന്നെ വേറൊരു പണിയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുട്ടികൾ അവിടുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഒരു സമാധാനമായി. തൃശ്ശൂരത്തെ എത്തിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എന്തല്ലോ ചെരുപ്പ് എന്തല്ലോ സ്കൂൾ ഷൂ വാങ്ങാൻ വേണ്ടി കയറുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വന്നാൽ പിന്നെ കുട്ടികളോട് കഥയും പറഞ്ഞ് കുറേ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാം മാറി അടുക്കളയിലേക്ക് ഇങ്ങനെ വരും. എൻ്റെ പണിയിട്ട് തീരൂല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പണികളൊക്കെ വേഗം തീർത്ത് വെക്കാണ്. കുറച്ച് തിരുമ്പാനുണ്ട്, കുറച്ച് നനയാൻ മാത്രമൊന്നുമില്ല. മൂപ്പരൊരു കൂട്ടം ഡ്രസ്സും കഴിച്ചിട്ടുണ്ട്, പിന്നെ 2 ബെഡ്ഷീറ്റും ഉണ്ട്, അതും ഒന്ന് തിരുമ്പണം. അപ്പോൾ ആ പണി എടുക്കണം, ഈ പണി എടുക്കണം, എല്ലാ പണിയും. അപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടപ്പോൾ വെല്ലടി ഇങ്ങനെ ഇവിടെ എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്ത് രണ്ടാമതൊന്നും കൂടി തിരിഞ്ഞ് ബെഡ്ഷീറ്റുകളാട്ടോ മക്കളത്. ഒരു മാക്സിയും ഉണ്ട്, 2 ബെഡ്ഷീറ്റും, എല്ലാ പണിയും ഒരുമിച്ച് കൂട്ടം തുടങ്ങിയപ്പോൾ അത് ഞാൻ കൂടെ തിരുമ്പില്ല. അത് വേറെ തന്നെ തിരുമ്പം, മൂപ്പരത് വേറെ തന്നെ തിരുമ്പും. നല്ല ഇടി മുഴങ്ങുന്നുണ്ട് മക്കളെ. ഇടി മുഴങ്ങും കുടി മുഴങ്ങും വരുമ്പോഴത്തേക്ക് പണി വേഗം തീർക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പം അത് മാത്രമല്ല, കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കണം മുറ്റത്ത്. ആ മുറ്റത്തുള്ള നമ്മളൊരു പൊളിഞ്ഞ അടുപ്പുണ്ടല്ലോ, എണീച്ചെടുക്കാൻ വയ്യാത്തൊരടുപ്പ്. അപ്പോൾ ആ ഒന്ന് അതിൽ കുറച്ച് പിന്നെ വെള്ളം അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. കുറേ ദിവസമായി വെള്ളം ഒന്നും വെക്കല്ലേ. നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ എനിക്കും മൂപ്പർക്ക് കുടിക്കാനുണ്ടാവും. ഇതല്ല, മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഊരിക്ക് എപ്പോഴും വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് ആ പൊളിഞ്ഞ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെമ്പും വെള്ളം വെക്കാൻ മാത്രമുള്ള വൃത്തി മതി. കാരണം വെള്ളം അടുപ്പത്ത് വെക്കാതെ ചൂടാക്കി എടുത്ത് പുറത്തേക്കാം. അടുപ്പ് പൊളിഞ്ഞ് വീകാനായിക്കിന്. പക്ഷേ ജോലി പൊളിക്കാൻ വേണ്ടി പോയപ്പം പൊളിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെച്ചതിനെ കൊണ്ട് എനിക്കിന്ന് കത്തിക്കാനൊരു അടുപ്പായി. അത്രേ ഉള്ളൂ. കുളൂസും പത്രാസും ഒന്നും ഇല്ല പൊന്നാര മക്കളെ. ഇത് ഇങ്ങനെ അടുപ്പായിട്ട് ഉപയോഗിക്കാൻ നല്ല വൃത്തിക്ക് കത്തും ചെയ്യും മക്കളെ. ഒന്നും നോക്കണ്ട, നല്ല ഉഷാറാണ്. ചേരിപ്പൊളിയും ചിരട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കുക. അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അടുപ്പ് കത്തിക്കാൻ നല്ല കത്തി പിടിച്ചാലൊക്കെ നല്ല ഉഷാറാണ്. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് 3-4 കൊള്ളി വിറകും വെച്ച് കൊടുത്ത്. മൂപ്പര് വിറക് മുകളിലുണ്ടായിന് 2-3 എന്തൊക്കെയോ വിറകിൻ്റെ കഷ്ണങ്ങളൊക്കെ, അതൊക്കെ മൂപ്പര് കൊണ്ടുപോയി തന്നതാണ്. അപ്പോൾ അത് മുകളിൽ നിന്ന് എടുത്തിട്ട് താഴത്തപ്പോൾ വിറക് കത്തിക്കണം. അപ്പോൾ സിഗർ കത്തിച്ച് ഒരു കടലാസിൻ്റെ മുകളിൽ ചെറിയ തുള്ളി ചിമ്മിണി ഒഴിച്ചു കൊടുത്ത്. കാരണം 3 മാസം കൂടുമ്പോൾ 1 ലിറ്റർ ചിമ്മിണി ഇട്ടാണ്ട് 1/2 ലിറ്റർ ഒട്ടം കിട്ടും. അത് കുറച്ച് എറുമ്പ് പോണേന് അവിടെ ഒഴിച്ചു കൊടുക്കും. ഇതേമാതിരി തുള്ളി അടുപ്പിൽ ഉറ്റിച്ച് കൊടുക്കും. അങ്ങനെ നല്ല കത്തി പിടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചെമ്പൊക്കെ തേച്ച് കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി ഒരു സ്റ്റീലിൻ്റെ ചെമ്പ് നിറച്ചും വെള്ളം കൊണ്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉഷാറാവട്ടെ. എന്നിട്ട് വേണം കത്തിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ പണികളൊക്കെ ഉണ്ട് മക്കളെ. ഈ ഒരു പണി മാത്രമൊന്നുമല്ല, അതാണ് എൻ്റെ പണിയൊക്കെ തീരാത്തത്. കാരണം ഒരു പണി എടുക്കുമ്പോൾ അങ്ങനെ തിരുമ്പിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഉണക്കി കഴിഞ്ഞിട്ട് അതൊക്കെ ഇനി ബക്കറ്റിലെടുത്ത് നിലത്ത് തട്ടാതെക്കാൻ വേണ്ടി ബക്കറ്റ് പൊന്തിച്ച് പിടിച്ചിരിക്കാം. ആവതില്ല മക്കളെ, എന്നാലും വേണ്ടിയില്ല. അത് നിലത്ത് വെക്കുമ്പോൾ നിലത്ത് ഞാൻ അവിടെ ഇവിടെ തട്ടിപ്പോണ്ട എന്നൊരു തോന്നല. എനിക്ക് അങ്ങനത്തെ ഒക്കെ ദൂരം തകരാറ്. എൻ്റെ കെട്ടിയവനെപ്പോഴും പറയും ഭയങ്കര വിശ്വാസമാണ് എനിക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അങ്ങനത്തേത് ഞാനതൊന്ന് 2 പുതപ്പ് എടുത്തിട്ടുള്ളൂ മക്കളെ. ആ പുതപ്പൊക്കെ ഒന്ന് തിരുമ്പുക, വൃത്തിയാക്കുക, ആറിടുക. അപ്പോഴത്തെ വെയിലിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. എന്നാലും വേണ്ടിയില്ല, ഞാനൊന്ന് ആറിടാൻ വേണ്ടി വേഗം എടുക്കുക. എന്താണ്? കുട്ടികളെ എത്തിയിട്ടില്ല, ഇപ്പം എത്തുള്ളൂ. കുട്ടികൾ എത്തിക്കണോ എന്നൊക്കെയാണ് ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല മക്കളെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനത്തെ ബെഡ്ഷീറ്റുകൾ മക്കളെ ഇവിടെ ആറിടണം. ഒരു ബെഡ്ഷീറ്റ് ഇപ്പുറവും ആറിടണം, ഒരു ബെഡ്ഷീറ്റ് അപ്പുറവും ആറിടണം. വേഗം ഉണങ്ങിക്കുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ മുറ്റൊന്നും അടിച്ചു തരാനാവതില്ല. ഇനി മക്കളെ അടിച്ച് വാരിയിട്ടില്ല, കുറേ ദിവസങ്ങളായി. മുറ്റം അങ്ങനെ ചണ്ടിയും പൊടിയൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ കുട്ടികൾ കടലാസ് മറിച്ച് നന്നിട്ട് കുട്ടികളും ഇല്ല. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, 2 ബെഡ്ഷീറ്റ് ഉണ്ട്. ഒരു ബെഡ്ഷീറ്റ് ഇതാ ഇപ്പം ഇട്ടിക്കണ്. എന്തേ? തന്നെ എന്നാണല്ലേ? ഞാൻ അറിഞ്ഞില്ല. അത് ശരി, എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയതാ. അങ്ങനെ ഒരു കല്യാണം ഉണ്ടായിനി. പിന്നെ അതിന് പോയോ എന്ന് ചോദിക്കുക. ഞാൻ കല്യാണത്തിനൊന്നും പോയില്ല. എന്ത് കല്യാണം? പോകാനൊക്കെ ഒഴിവ് വേണ്ടേ? നമ്മളാൾക്കാരതല്ല കേട്ടോ, ഒഴിവ് വേണ്ട പോകാൻ. എനിക്കിട്ട് ഓർമ്മയില്ല. ഇനി ഇപ്പോഴാണ് ഓർമ്മ വന്നത് മക്കളെ. പിന്നെന്താ? ഏത് കല്യാണം തന്നെ എനിക്ക് ഓർമ്മയില്ല. ഇനി ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതാ ഞാൻ ചോദിച്ചേങ്ങളോട് ഏത് കല്യാണമെന്ന്. അത് ശരി, ഇന്നലെ അതിന് തോന്നുന്നുണ്ട് അല്ലേ? കല്യാണത്തിൻ്റെ ഒരു കല്യാണത്തിന് പോയിട്ടില്ല, ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ചില ആളുകളുണ്ട്, നമ്മൾ അറിയും കൂടി ഇല്ല, എവിടെയോ ഉള്ള ആൾക്കാരാണ്. ഒരു കല്യാണക്കത്ത് കൊണ്ട് തന്നു പോയതാണ്. ഒരാദ്യം ഇവിടെ താമസിച്ച ആൾക്കാരേനി, ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പോൾ നമ്മളെ തീയൊക്കെ കെട്ടുപോയാക്കളെ കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ഒരിപ്പം ഇവിടേക്ക് കത്ത് തന്നു പോയതാണ്. ഞാനിവിടെ ഇല്ലാന്നാണ് കത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ.
നമ്മളെ ജനാലിനോട് കൂടെ അകത്തേക്ക് ഒരു കത്തിട്ടിക്കണേ. ആരാണ് എന്താണെന്ന് കൂടി എനിക്കറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് ഇന്ന ആളാണെന്ന് മനസ്സിലായത്. ഓരൊക്കെ ഇവിടുന്ന് ഏതോ കാലത്ത് പോയ ആൾക്കാരാണ്. അങ്ങനെയൊക്കെയാണ് മക്കളെ. അപ്പോൾ നമ്മളെ തീയത നല്ല വൃത്തിക്ക് കത്തുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. തീയൊക്കെ കത്തിച്ച് ചോറും കൂട്ടാനൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാലം ഭയങ്കര രസമാണ് അല്ലേ. പണ്ടൊക്കെ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ തീയിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ചിക്കനാണ് മക്കളെ. എൻ്റെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് നല്ല വൃത്തിക്ക് ഒന്ന് ഉണ്ടാക്കി വെക്കണം. എന്നാൽ എൻ്റെ മക്കൾ വന്നിട്ട് എന്തെങ്കിലും വെറുംചോറാണ് വെറുംചോറ്, അല്ലെങ്കിൽ പത്തിരി കലക്കി പറന്ന് അരിപ്പൊടി മൈദപ്പൊടിയും കൂടി കലക്കി പറന്ന് കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാമല്ലോ മക്കൾ വരുമ്പോഴത്തേക്ക്. അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. എപ്പോഴാണ് വരിക എപ്പോഴാണ് എത്താമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മക്കൾ ഇവിടെ എത്തിയാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ച് റെഡിയാക്കുകയാണ് മക്കളെ. പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ഇന്നലെ കുറേ പണികളൊക്കെ എടുത്തിക്കണം. ഇന്നും ഇപ്പോൾ കുറേ പണികൾ എടുത്ത് ഇനിയിപ്പോൾ മേശൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ചിങ്ങനെ മക്കൾ വരലും ബുക്ക് പൊതിയലും ഒരു കഥ തന്നെ അയക്കും. ബുക്ക് പൊതിയാനും ഒക്കെ എല്ലാം കൂടിയുള്ള തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇല്ല അത് പഴുത്തിട്ടില്ലല്ലോ. മുറ്റത്തൊരു കർമൂസൻ്റെ നമ്മളെ പറമ്പിലല്ല ആരാൻ്റെ പറമ്പിൽ കർമൂസ കുഴിച്ചിട്ടിന് ഞാൻ. അതിൻ്റെ മുകളിൽ മുഴുവൻ കർമൂസ ഉണ്ടാക്കിന്. അപ്പോൾ എന്നോട് പറയണത് കർമൂസൻ്റെ സൈഡിൽ ഒരു പഴുപ്പ് നിറം വന്നിക്കണ്, പഴുക്കാനയക്കിന്. അപ്പം ഇനി നാളെ രാവിലെ പറിക്കണം കുറച്ച് പറിച്ചിട്ട് അപ്പോൾ നമ്മളെ നേരെ അപ്പുറമുള്ള കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോൾ ഒഴിക്കി നമ്മളെ പറമ്പിലല്ല ആരാൻ്റെ പറമ്പിലാണ് മക്കളെ കുഴിച്ചിട്ടത്. അപ്പോൾ അതൊന്ന് പറിക്കണം, കുട്ടികളെ എല്ലാവർക്കും കൊടുക്കണം, ഞമ്മക്കും എടുക്കണം. അങ്ങനെ തന്നെ ചെറുതായിട്ട് പഴുപ്പുണ്ടെന്ന് പറയുന്നത്. എന്താ അറിയില്ല, ഞാനറിയില്ലല്ലോ. അങ്ങനെ കാണുമ്പോൾ തക്കാളി ഉള്ളിയും ഒക്കെ വാട്ടി റെഡിയാക്കി വെച്ചിരിക്കണം മക്കളെ. ഇനി ഇതൊക്കെ എല്ലാം കൂടി അടുപ്പത്തേക്ക് ഇട്ടത് കണ്ടില്ല, ഇളക്കി കൂട്ടി റെഡിയാക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഷീലേക്ക് കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ സംഗതികളും ഇട്ട് നല്ലോണം വാട്ടുക. ഇതിലേക്ക് ഇറച്ചിയും കൂടി ഇട്ടിട്ട് ആ ഇറച്ചി നല്ലോണം ഒന്ന് വാട്ടുക. വാട്ടിയിട്ട് കുറച്ച് നല്ലോണം വാടി ഇങ്ങനെ നല്ലോണം ഇറച്ചിയും കൂടി ഇട്ടൊന്ന് വാടി കഴിഞ്ഞാൽ അതിലേക്ക് ഇടാനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, കുറച്ച് കൂടുതൽ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെട്ടി തിളപ്പിക്കുക. കുക്കറിൻ്റെ വിസിലിടേ ചെയ്യരുത് കേട്ടോ, മൂടരുത്. കുക്കറിൻ്റെ മൂടിയോണ്ട് മൂടരുത്. ഇത്രയും വെള്ളം ഉണ്ടാവണം. എന്നിട്ട് ഈ വെള്ളം ചൂടാവാനായിരിക്കും നമ്മൾ ഇതാക്കണ്ടോ, വെള്ളം ചൂടാൻ വെള്ളം വെട്ടി തിളക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം വെട്ടി തിളപ്പിക്കാൻ മാത്രം ഉണ്ടാക്കുന്ന അടുപ്പാണിത്. കാരണം വേറെ ഒന്നിനും എടുക്കില്ല. നമ്മൾ ആ വെള്ളം വെട്ടി തിളപ്പിച്ചാൽ എടുത്ത് ഇപ്പുറത്തേക്ക് വെക്കും. അടുപ്പ് ഒന്നിനും പറ്റില്ല. അടുപ്പ് കത്തിക്കാൻ നല്ലതാണ്. മഴ ആയാൽ മഴ മുഴുവനും കൊള്ളും, വെയിലായ വെയിൽ മുഴുവനും കൊള്ളും. നമ്മൾ പൊളിക്കാൻ വെച്ചത് ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞ പൊളിക്കേണ്ട അവിടെ നിന്നോട്ടെ, നമുക്ക് വെള്ളം ചൂടാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് നിർത്തി വെച്ചതാണ്. അത് പൊളിച്ചാലുള്ളൂ ഇവിടെ സ്ഥലം ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്ഥലം വേണ്ട, ഉള്ള സ്ഥലത്ത് കൂടെ പോകാം, അത് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അവിടെ വെച്ചതിനെ കൊണ്ട് അപ്പം നമുക്ക് ഇന്ന് വെള്ളം ചൂടാക്കാൻ ഒരു അടുപ്പായി മക്കളെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുട്ടികൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വെള്ളം ചൂടാക്കി വെച്ചാൽ ഗ്യാസിന് മുകളിലായാലും എത്ര ആയാലും നന്നാവില്ല. അപ്പോൾ കുട്ടികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്താക്കിയെന്ന് അറിയാം, വേഗം കറി വെച്ച് കറി വെക്കലൊക്കെ കഴിഞ്ഞ് നല്ല ചിക്കനാണ് കറി വെച്ചത്. ബീഫൊന്നും ദിയമോള് കൂട്ടില്ല. കുട്ടികൾക്ക് ആർക്കും വലിയ താല്പര്യമില്ല. എന്നാലും അനാൽക്ക് എന്തായാലും ബീഫ് ചിക്കനാന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു കൂടും. ഇത് ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഉള്ളി, തക്കാളി, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ സാധനവും കൂടി എടുത്ത് വാട്ടിയതിലേക്ക് ഞാൻ പിന്നെ ചിക്കനും ഇട്ട് അതും ഒന്നും കൂടി വാട്ടി. എന്നിട്ട് അതിലേക്ക് എല്ലാ പൊടികളും ഇട്ട് ഞാനങ്ങനെ അറിയാം മക്കളെ. ഉള്ളി, തക്കാളി, ഉള്ളി, തക്കാളി, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് വാട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഈ കുക്കറിൻ്റെ മൂടി വെക്കാതെ നല്ലോണം വെട്ടി തിളപ്പിച്ച് നല്ലോണം വറ്റി വന്നതിന് ശേഷം ഈ കുക്കറിൻ്റെ മൂടി കൊണ്ട് മൂടുക. അപ്പോഴുണ്ടല്ലോ ചിക്കൻ്റെ സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. കാരണം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ വെച്ച ടേസ്റ്റ് ഉണ്ടാവും. കാരണം എന്താ അറിയോ, നമ്മൾ സാധാരണ അടുപ്പത്ത് വെച്ച് വേവിച്ച് വറ്റിക്കുകയാണല്ലോ ചിക്കനൊന്നും അതിനകത്രം വേവുണ്ടാവില്ല മക്കളെ. അപ്പോൾ അതുകൊണ്ട് വിസലടിക്കുകയേ ചെയ്യരുത് കേട്ടോ. കുക്കറിലിട്ടിട്ട് ചിക്കൻ വിസലടിക്കാതെ ചെയ്തോളി. മറ്റേ ചിക്കനാണെങ്കിൽ ഉറപ്പുള്ളതാണ് ചെയ്തോളി. ഉറപ്പില്ലാത്ത ചിക്കനാണെങ്കിൽ നല്ലോണം എല്ലാം കൂടി വാട്ടി കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇട്ട് വറ്റി കഴിഞ്ഞിട്ട് വിസൽ വിട്ട് അങ്ങോട്ട് മൂടി വെച്ചാൽ സൂപ്പർ ചിക്കൻ കറി. പത്തിരി ആയാലും നെയ്ച്ചോറായാലും മക്കറോണി ആയാലും ഒക്കെ കൂട്ടി തിന്നാൽ. കപ്പ ആണെങ്കിൽ കപ്പ. എൻ്റെ ചോറ് അയക്കണോ, എൻ്റെ വെള്ളം ചൂടായി നോക്കട്ടെ. ഒന്നും കൂടി ഉണ്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിയും ചെസ്കാരും ഒക്കെ ഉണ്ട് മക്കളെ. അപ്പോൾ ഞാൻ ഇതും കൂടി ആയിട്ട് അങ്ങോട്ട് പോകാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ തീ പോരും. അതുകൊണ്ടാണ് വെള്ളം വെട്ടി തിളക്കാനായി. അപ്പം എൻ്റെ പണി വേഗം ഞാൻ കഴിക്കട്ടെ.
എന്നാലും ഉള്ളൂ എൻ്റെ മക്കൾ വരുമ്പോഴത്തേക്ക് എനിക്ക് മക്കളോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കണ്ടേ. എന്തായാലും ഓരോരോ സങ്കടത്തിലാണ്.